വെൽക്കം ടു നൗറാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലാടയാണ്. ഇത് വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും കട്ടിയും ഇല്ലാത്ത ടൈപ്പ് ഒരു അപ്പമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു ഡിഷ് കൂടുതലായിട്ടും തെക്കൻ കേരളം ഭാഗങ്ങളിൽ കണ്ടുവരുന്നൊരു അപ്പമാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനും ഈസിയാണ്. നല്ല കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതി വരാത്ത കോലത്തിലുള്ള അപ്പമാണ്. ഇതിൽ കാണുന്ന പോലെ തന്നെ വളരെ കട്ടി കുറഞ്ഞ ടൈപ്പിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ അപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലേക്ക് 1.5 ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചരി നമ്മൾ 1.5 ഗ്ലാസ് ചേർത്ത് അതിനനുസരിച്ച് വേണം തേങ്ങാപ്പാൽ ചേർക്കാൻ. തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. വേറെ പച്ചവെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല അരക്കുന്ന ടൈമിൽ. അപ്പോൾ ഈ പച്ചരി മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പച്ചരിക്ക് പകരം നമ്മൾ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അരിപ്പൊടിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പച്ചരി വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. ആ ഒരു അപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചരി വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാവും ബെറ്റർ. മറ്റേ അരിപ്പൊടി വെച്ചിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ഇതാണൊരു ബെറ്ററായി തോന്നിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അത് നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാൽ അതിൻ്റെ അടിയിലൊന്നിങ്ങനെ ഓടുന്നത് പോലെ പാട കെട്ടി നിൽക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഈ മിക്സിയിൽ കാണുന്ന പോലെ ഇങ്ങനെ അരിയുടെ മുകളിലൊന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന തരത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാത്ത രൂപത്തിൽ വേണം നമുക്കിതിന് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ 1-ാം പാൽ ബാക്കിയുള്ളതും അതുപോലെ തന്നെ കുറച്ചും കൂടെ 2-ാം പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഈ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മിക്സി നിർത്തി അടിക്കാൻ ശ്രമിക്കുക. കാരണം മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കാൻ പറയുന്നത്. ഇതിലേക്ക് ഞാൻ കോഴിമുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിമുട്ട ചേർക്കുമ്പോൾ ചൂടുള്ള മാവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കോഴിമുട്ട അതിൽ കിടന്നിട്ടൊന്ന് വെന്ത ഒരു രൂപത്തിലായി വരും. ആ ഒരു പരുവത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് നേരം നിർത്തി അടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, അങ്ങനെ ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കോഴിമുട്ട ചേർക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. ഒരു 4 ഐസ് ക്യൂബ് തന്നെ ചേർത്ത് കൊടുത്തിട്ട് കോഴിമുട്ടയുടെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ മാവ് ഒട്ടും ചൂടാവാതെ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് അരഞ്ഞു മുട്ടയും മിക്സ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇതിലേക്കുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബാറ്ററി കുറച്ച് കട്ടിയിലാണുള്ളത്. അപ്പോൾ നല്ല ലൂസിലുള്ള ബാറ്ററിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ലൂസാവാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന 2-ാം പാലിൽ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഇളക്കി നോക്കുക. എന്നിട്ടും അതൊരു കട്ടി കുറച്ചും കൂടെ ഉണ്ട്, ഒന്നും കൂടി ലൂസാവണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ നമ്മൾ അരി അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം മിക്സാക്കിയിട്ട് അതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇത്രയും ലൂസിലാണത് തയ്യാറായി വരേണ്ടത്. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കട്ടിയില്ലാത്ത അപ്പം റെഡിയായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ മാവൊക്കെ റെഡിയായ ശേഷം ഉപ്പ് ചേർക്കുക. ഇനി ഇതുപോലെ ഒന്നൊരു ഫ്രൈ പാൻ എടുത്തിട്ട് നല്ല ചൂടായ ശേഷം നമുക്കിതിലേക്ക് അപ്പത്തിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല പരത്തിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ എല്ലായിടത്തും നല്ലോണം പരന്ന് കിട്ടുന്ന കോലത്തിൽ വേണം നമ്മളിതിനെ തയ്യാറാക്കിയെടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിലേക്ക് എണ്ണ ചേർക്കുന്നില്ല, ഒട്ടും എണ്ണ പുരട്ടുന്നില്ല ചട്ടിയിൽ. എണ്ണ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പരന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് നല്ല ചട്ടിയും നല്ല പാകത്തിനുള്ള ചൂടിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ചട്ടി തീരെ ചൂടില്ലാതെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോളൊന്നും ഇല്ലാതെ ഒരു പരന്ന ടൈപ്പിലായിട്ടാവും അപ്പം ഉണ്ടാവുക. അപ്പോൾ ഒരു ടേസ്റ്റിന് കമ്മിയായിരിക്കും. ഈ ഒരു രൂപത്തിൽ ചുട്ടെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ചട്ടി നല്ലോണം ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കരുത്, അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ അടി കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എങ്ങനെയാണ് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ചൂടനുസരിച്ചിരിക്കും, അതനുസരിച്ചൊന്ന് ലെവൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പം റെഡിയായി വന്നിട്ടുണ്ടെന്ന്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഒരു സൈഡൊക്കെ മടക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു കോണ രൂപത്തിൽ മടക്കിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പാലാട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാലാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ള പാലാടയൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പാലാട സാധാരണഗതിയിൽ ആളുകൾ പല കൂട്ടാൻ്റെ കൂടെയും യൂസ് ചെയ്യും. ചിലപ്പം തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കാവുന്നതാണ്. കറി ഉപയോഗിച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ്. എങ്ങനെ കഴിച്ചാലും ഈ അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ പാലാട റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു മട്ടൻ്റെ കുറുമയാണ്, മട്ടൻ കറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാലാട ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.